വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KPSTA നേതൃത്വത്തിൽ അധ്യാപകർ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി P. ശശിധരൻ സമരം ഉദ്ഘാടനം ചെയ്തു. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad. Also at Kannur, Irati and Pattambi. സർവീസിലുള്ള അധ്യാപകർക്ക് വരുന്ന മെയ് മാസത്തിൽ നടത്തുന്ന കേട്ടറ്റ് പരീക്ഷയുടെ ഫീസ് ഇരട്ടിയായി വർദ്ധിപ്പിച്ച സർക്കാർ നടപടി പിൻവലിക്കുക, അധ്യാപകരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ അധ്യാപകർ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം സംസ്ഥാന സെക്രട്ടറി P. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. എന്താണ് ഡാറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇത് വളരെ ലാഘവത്തോടെ കാണേണ്ടതല്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ അല്ലെങ്കിൽ വ്യക്തിഗത വിവരങ്ങൾ പൂർണ്ണമായിട്ടും സംരക്ഷിക്കുമെന്ന ഉറപ്പിന്റെ പുറത്ത് അതിന്റെ മേലധികാരികൾക്ക് മാത്രം ആ വ്യക്തിയുടെ അനുവാദമോ സമ്മതത്തോടുകൂടി ചെയ്യാവുന്ന കാര്യമാണ് ഒരാളുടെ ഡാറ്റ. ആ ഡാറ്റ പൂർണ്ണമായും ചോർത്തക്ക രീതിയിൽ ഈ ഗവൺമെന്റിന് കോടതിയിൽ നിന്ന് ഏറ്റവും വലിയ പ്രഹരം കിട്ടി. എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അതായത് OST ശിവശങ്കരന്റെ അതേ പാത വരുന്ന, അതുപോലെ റാം ശാംബശിവൻ എന്ന വ്യക്തി STD ആയ CM-ന്റെ ഓഫീസ് മുഖാന്തരം ഇവിടെ 1 കോടി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും അതുപോലെ തന്നെ ജീവനക്കാരുടെയും അതുപോലെ സ്ത്രീ സുരക്ഷയുടെയും പേരിൽ വരുന്ന 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീജനങ്ങളുടെ അടക്കം 1 കോടി ഡാറ്റ ചോർത്തതായി ഇന്ന് ഔദ്യോഗികമായിട്ട് മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല പ്രഖ്യാപിക്കുകയുണ്ടായി. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് K. ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ പ്രശാന്ത് കാനത്തൂർ, അലോഷ്യസ് ജോർജ്, സ്വപ്ന ജോർജ്, ജില്ലാ സെക്രട്ടറി T. രാജേഷ് കുമാർ, ട്രഷറർ P. ശ്രീജ, കൗൺസിലർമാരായ M. K. പ്രിയ, P. ജലജാക്ഷി, CM. വർഗീസ്, A. രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഡാറ്റ ചോർത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കുക, കേട്ടറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള തീയതി നീട്ടുക തുടങ്ങിയ ആവശ്യങ്ങളും KPSTA സമരത്തിലൂടെ മുന്നോട്ട് വെച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.